നമസ്കാരം, വെൽക്കം ടു ഐ പ്ലസ്. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഫുഡ് സെക്യൂരിറ്റി ആക്ടുകളെ കുറിച്ചും എൻവയോൺമെന്റ് ആക്ടുകളെ കുറിച്ചുമാണ് പഠിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ പ്രാധാന്യമുള്ള ഒരു ഫുഡ് സെക്യൂരിറ്റി ആക്ട് ഇന്ത്യയിലുണ്ട്. അതിൻ്റെ സ്ട്രക്ചർ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതുമായി ബന്ധപ്പെട്ട ഫീച്ചേഴ്സ്, അതേപോലെ നമുക്കതിലൂടെ ലഭിക്കുന്ന ബെനിഫിറ്റ്സും തീർച്ചയായിട്ടും ഒരു സിറ്റിസൺ എന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നതാണ്. പിന്നെ പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നിലവിലുള്ള ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളൊക്കെ എപ്പോൾ നിലവിൽ വന്നു, എന്താണ് അതിൻ്റെ പ്രധാന എയിം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. ആ കാര്യങ്ങൾ കൃത്യമായി ഓർഡറിൽ ഈ ഒരു ക്ലാസ് നമ്മൾ പഠിച്ചെടുക്കുകയാണ്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട്, ഷോർട്ടായിട്ട് NFSA എന്ന് പറയും, 2013. അപ്പോൾ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം ഏത് വർഷമാണ്? 2013, 2013 നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് നിലവിൽ വരുന്നത്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫുഡ് സെക്യൂരിറ്റി ലോ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ നടപ്പാക്കിയിൽ വെച്ച് ഏറ്റവും പ്രാധാന്യമുള്ള ഫുഡ് സെക്യൂരിറ്റി നിയമമാണ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട്. എന്താണ് അതിന്റെ പേര്? നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് 2013. ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ, ഒന്ന്, എൻഷുർ ഫുഡ് ആൻഡ് ന്യൂട്രീഷണൽ സെക്യൂരിറ്റി ടു ഓൾ സിറ്റിസൺസ്. ഇന്ത്യയിലെ മുഴുവൻ പൗരന്മാർക്കും ഭക്ഷണ പോഷണ സുരക്ഷ ഉറപ്പാക്കുന്നു. ഇതാണ് പദ്ധതിയുടെ പ്രധാനപ്പെട്ട ഒരു എയിം, അല്ലെങ്കിൽ ഈ നിയമത്തിന്റെ പ്രധാനപ്പെട്ട എയിം. പ്രൊവൈഡ് അഫോർഡബിൾ ഫുഡ് ഗ്രെയിൻസ് ടു ദ പുവർ. അപ്പൊ ഇതൊരു നിയമമാണ്. പാവപ്പെട്ടവർക്ക് ഈ പറഞ്ഞ കുറഞ്ഞ നിരക്കിലോ സൗജന്യമായിട്ടൊക്കെ ഭക്ഷണ സാധനങ്ങൾ എത്തിക്കുക. പ്രൊമോട്ട് എ ലൈഫ് വിത്ത് ഡിഗ്നിറ്റി കവറേജ്. യെസ്, നമുക്കറിയാം, വൃത്തിയുള്ള സുരക്ഷിതമായ പ്രത്യേകിച്ച് ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു പൗരന്റെ അവകാശമാണ്. അതൊരു സമൂഹത്തിന്റെ ഡിഗ്നിറ്റിയുടെ ഭാഗമാണ്. ക്ലിയർ ആണല്ലോ? കവേഴ്സ് അബൌട്ട് 67% ഓഫ് ഇന്ത്യാസ് പോപ്പുലേഷൻ. അപ്പൊ ഈ ഒരു പദ്ധതി ഇന്ത്യയിലെ 67% വരുന്ന പോപ്പുലേഷനെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നടപ്പാക്കുന്നത്. 75% റൂറൽ പോപ്പുലേഷൻ ആൻഡ് 50% അർബൻ പോപ്പുലേഷൻ. റൂറൽ പോപ്പുലേഷനിൽ 75% ആളുകളെയും പദ്ധതിയുടെ കീഴിൽ കൊണ്ടുവരുന്നുണ്ട്. അർബൻ പോപ്പുലേഷനിലെ 50% ആളുകളെയും പദ്ധതിയുടെ കീഴിൽ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം, ഒരു പദ്ധതി പൂർണ്ണമായിട്ടും എല്ലാവർക്കും, ഇപ്പൊ തന്നെ പാവപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ സൗജന്യമായിട്ട് ധാന്യം നൽകുന്നു. അപ്പൊ അതിൽ നിന്ന് ഒഴിവാക്കേണ്ട ഒരുപാട് ആളുകളില്ലേ? അതുകൊണ്ടാണ് ഈ പെർസെൻറ്റേജ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് പാസ്സാക്കിയ വർഷം ഏതാണ്? 2013. ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ എയിം എന്താണ്? എൻഷുർ ഫുഡ് ആൻഡ് ന്യൂട്രീഷണൽ സെക്യൂരിറ്റി ടു ഓൾ സിറ്റിസൺ. ഇന്ത്യയിലുള്ള എല്ലാ ജനവിഭാഗങ്ങൾക്കും ആഹാര പോഷണ സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്നുള്ളതാണ്. അഫോർഡബിൾ ഫുഡ് ഗ്രെയിൻസ് ടു പുവർ. പാവപ്പെട്ടവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫുഡ് ഗ്രെയിൻസ് നൽകുക. അതേപോലെ ഒരു പ്രത്യേക കണക്ക് വെച്ച് അത്രയും ആളുകളെ ആ ഒരു പദ്ധതിയുടെ ഭാഗമാക്കണം എന്നൊരു ലക്ഷ്യം കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. ശ്രദ്ധിച്ചോണം, സബ്സിഡി നിരക്കിൽ ഫുഡ് ഗ്രെയിൻസ് പാവപ്പെട്ടവർക്ക് നൽകുന്നു. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാലോ, നമുക്ക് വൃത്തിയുള്ള അല്ലെങ്കിൽ പോഷകാഹാരം ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഒരു റൈറ്റ് ആണ്, ഒരു അവകാശമാണ്. അപ്പൊ പാവപ്പെട്ടവർക്ക് സബ്സിഡി നിരക്കിൽ ഭക്ഷണം നൽകുന്നു. അതായത് ഫുഡ് ഗ്രെയിൻസ് നൽകുന്നു. അരിയാണെങ്കിൽ 3 രൂപ കിലോയ്ക്ക് 3 രൂപ നിരക്കിലാണ് ലഭ്യമാക്കുന്നത് ഈ ഒരു ഫുഡ് സെക്യൂരിറ്റി ആക്ടിന്റെ ഭാഗമായിട്ട് പാവപ്പെട്ടവർക്ക്. ഗോതമ്പാണെങ്കിൽ 2 കിലോ, അതായത് കിലോയ്ക്ക് 2 രൂപ നിരക്കിലാണ് ലഭ്യമാക്കുന്നത്. അതേപോലെ കോഴ്സ് ഗ്രെയിൻസ് ആണെങ്കിൽ കിലോയ്ക്ക് 1 രൂപ നിരക്കിലാണ് ലഭ്യമാക്കുന്നത്. അപ്പോൾ പാവപ്പെട്ടവർക്ക് സബ്സിഡി നിരക്കിൽ ലഭ്യമാക്കുന്നു. റൈസ് 3 rupees per kg, വീറ്റ് 2 rupees per kg, കോഴ്സ് ഗ്രെയിൻസ് 1 rupees per kg. അതാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ. ഇനി അപ്പൊ ഇത് സബ്സിഡി നിരക്കിൽ. അപ്പൊ ഇത് ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട പ്രത്യേകതകളാണ് നമ്മൾ പറയുന്നത്. ഒരു 7-8 പ്രത്യേകതകളുണ്ട്. അതിൽ ഒന്നാമത്തെ പ്രത്യേകത എന്താണ്? സബ്സിഡി നിരക്കിൽ ഫുഡ് ഗ്രെയിൻസ് ലഭ്യമാക്കുന്നു. അപ്പോൾ പാവപ്പെട്ടവരെ സംബന്ധിച്ച് അവർക്ക് ഭക്ഷണം കുറഞ്ഞ നിരക്കിൽ ആഹാര സാധനങ്ങൾ ലഭ്യമാക്കുന്നു എന്നൊരു പ്രത്യേകതയാണ് ഇതിന്റെ ഒന്നാമത്തെ ഫീച്ചറായിട്ട് പറയുന്നത്. രണ്ടാമത്തത് ടാർഗറ്റഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, TPDS എന്ന് പറയും. ടാർഗറ്റഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. പ്രയോറിറ്റി ഹൗസ് ഹോൾഡ്സ് ഗെറ്റ് 5 kg per person per month. നമുക്കറിയാം, നമ്മുടെ പൊതുവിതരണ സമ്പ്രദായം പ്രകാരം അതിനർഹരായ ചില ആൾക്കാർക്ക്
ഒരു വീട്ടിൽ ഒരു മാസം ഒരു വ്യക്തിക്ക് 5 കിലോ ഇപ്പം അരിയാണെങ്കിൽ അരി സ്റ്റേറ്റുകൾ ഡിപ്പെൻഡ് ചെയ്ത് അവരുടെ പ്രധാന ഭക്ഷണം എന്താണ്, ഗോതമ്പാണെങ്കിൽ ഗോതമ്പ് അത് ലഭിക്കുന്നു. അപ്പോൾ ഒരു വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ ഒരു മാസം എന്താണ് 25 കിലോ അരി ലഭിക്കും. അത് ടാർഗറ്റഡ് പീപ്പിൾ തിരഞ്ഞെടുക്കപ്പെട്ട TDPS എന്ന് പറയും, ടാർഗറ്റഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടാണ്. അന്ത്യോദയ അന്ന യോജന ഫാമിലീസ് ഗെറ്റ് 35 kg പെർ മന്ത്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് 2000 അന്ത്യോദയ അന്ന യോജന. പൂറസ്റ്റ് ഓഫ് ദ പുവർ, ദരിദ്ര വിഭാഗത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ്. അല്ലെങ്കിൽ രോഗം ബാധിച്ചവരോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫിസിക്കലായിട്ടുള്ള ചലഞ്ചുകളുള്ളവരോ മെന്റലി ചലഞ്ചുള്ള ആളുകളെയൊക്കെ വെച്ച് നൽകുന്ന ഒരു പദ്ധതിയാണ്. അപ്പൊ അന്ത്യോദയ അന്ന യോജന ഫാമിലീസ് ആണെങ്കിൽ അവർക്ക് മാസം 35 കിലോഗ്രാം ഈ പറഞ്ഞ ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കും. മൂന്നാമത്തെ ഫീച്ചറാണ് ന്യൂട്രീഷണൽ സപ്പോർട്ട്. പ്രഗ്നന്റ് വുമൻ ആൻഡ് ലാക്ടേറ്റിംഗ് മദേഴ്സ് ഫ്രീ മീൽസ് പ്ലസ് 6,000 മെറ്റേണിറ്റി ബെനിഫിറ്റ്. നമ്മൾ നേരത്തെ കണ്ടില്ലായിരുന്നോ, ICDS പോലെയുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടൊക്കെ ഗർഭിണിയായ സ്ത്രീകൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും ഈ പറഞ്ഞ ഫുഡ് ഗ്രെയിൻസും അല്ലെങ്കിൽ ന്യൂട്രിയൻസും ഒക്കെ പ്രൊവൈഡ് ചെയ്യും. ഒപ്പം തന്നെ 6,000 രൂപ അവർക്ക് മെറ്റേണിറ്റി ബെനിഫിറ്റ് ആയിട്ട് ലഭിക്കുകയും ചെയ്യും. പിന്നെ ചിൽഡ്രൻസ് 6 months to 14 years, 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളും ഈ പറഞ്ഞ ഫ്രീ മീൽസ് വയ സ്കൂൾസ് ആൻഡ് അംഗനവാടി സ്കൂൾ വഴി അവർക്ക് സൗജന്യ ഉച്ചഭക്ഷണ പദ്ധതിയൊക്കെ നടപ്പാക്കത്തില്ലയോ, അതെന്താണ് ന്യൂട്രീഷണൽ സപ്പോർട്ടിന്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഇതും നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ടിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഫീച്ചറാണ് എന്ത്, ന്യൂട്രീഷൻ സപ്പോർട്ട്. അപ്പം നമ്മൾ 3 ഫീച്ചർ പറഞ്ഞു. ഒന്ന്, സബ്സിഡി ഫുഡ് ഗ്രെയിൻസ്, സബ്സിഡി നിരക്കിൽ ഫുഡ് ഗ്രെയിൻസ് കൊടുക്കുന്നു. 2, ടാർഗറ്റഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, അതുവഴി ഈ പറഞ്ഞ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ കുടുംബങ്ങൾക്ക് ഈ രീതിയിലുള്ള ധാന്യങ്ങൾ നൽകുന്നുണ്ട്. അടുത്ത ന്യൂട്രീഷണൽ സപ്പോർട്ടാണ്, അത് ഈ പറഞ്ഞ ഗർഭിണികളായ സ്ത്രീകൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും കുട്ടികൾക്കൊക്കെയാണ് നൽകുന്നത്. അടുത്തത് മിഡ് ഡേ മീൽ സ്കീം, നൗ നോൺ ആസ് PM പോഷൻ സ്കീം. ഇപ്പൊ അതിന്റെ പേര് PM പോഷൻ സ്കീം എന്നാണ്. പ്രൊവൈഡ് കുക്ക്ഡ് മീൽസ് ടു സ്കൂൾ ചിൽഡ്രൻ. നമുക്കറിയാം ഉച്ചഭക്ഷണ പദ്ധതിയാണ് സ്കൂളുകളിൽ. കുട്ടികൾക്ക് പണ്ടൊക്കെയാണ് കഞ്ഞിയും പയറും, ഇപ്പൊ അങ്ങനെയല്ലല്ലോ, ഉച്ചഭക്ഷണം ചോറും കറിയും പിന്നെ ആഴ്ചയിൽ മുട്ടയും പാലും അങ്ങനെയുള്ള പല കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മിഡ് ഡേ മീൽ സ്കീം അതും എന്തിന്റെ ഭാഗമായിട്ടാണ്, ഫുഡ് സെക്യൂരിറ്റി ആക്ടിന്റെ ഭാഗമായിട്ടാണ് വന്നിട്ടുള്ളത്. അടുത്തത് ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസ്, ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പ്രൊവൈഡ്സ് ന്യൂട്രീഷൻ ടു ചിൽഡ്രൻസ് അണ്ടർ 6 and mothers, 6 വയസ്സ് താഴെയുള്ള കുട്ടികൾക്കും പിന്നെ ഈ പറഞ്ഞിട്ട് മുലയൂട്ടുന്ന അമ്മമാർക്കും ഗർഭിണിയായ സ്ത്രീകൾക്കും പിന്നെ കൗമാരക്കാരായ പെൺകുട്ടികൾക്കൊക്കെ എന്തിനാണ്ടല്ലോ ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീമിലൂടെ ന്യൂട്രീഷൻ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ടിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത്. ഗ്രീവിയൻസ് റീഡ്രസൽ സിസ്റ്റം, അതായത് സ്റ്റേറ്റ് ലെവൽ മെക്കാനിസം ടു അഡ്രസ് കംപ്ലൈൻറ്റ്സ്. അതായത് ഈ പൊതുവിതരണ സമ്പ്രദായത്തിലെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇങ്ങനെയുള്ള ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലൊക്കെ വരുന്ന പോരായ്മകൾ മനസ്സിലാക്കാൻ വേണ്ടി സ്റ്റേറ്റ് ലെവൽ കംപ്ലൈന്റ് അതോറിറ്റികളുണ്ട്. അവിടെ നമുക്ക് പരാതികൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അർഹതപ്പെട്ട സംഭവങ്ങൾ കിട്ടും. ഈ 7th one 7ാമത്തെ ഫീച്ചറായിട്ട് പറയുന്നതാണ് വുമൺ എംപവർമെന്റ്. ശ്രദ്ധിച്ചോണം, എൽഡസ്റ്റ് വുമൺ 18+ ഈസ് ഹെഡ് ഓഫ് എ റേഷൻ കാർഡ് ഹൗസ് ഹോൾഡ്. സ്ത്രീ, നമുക്കറിയാം നിലവിൽ നമുക്ക് റേഷൻ കാർഡ് കിട്ടുന്ന എന്താണ്, വീട്ടിലുള്ള സ്ത്രീയുടെ പേരിലാണ് അല്ലേ. ഇപ്പൊ അമ്മയാണെങ്കിൽ അമ്മ അല്ലെങ്കിൽ അമ്മൂമ്മയാണെങ്കിൽ അമ്മൂമ്മ, സ്ത്രീകളുടെ പേരിലാണ് റേഷൻ കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് എന്തിന്റെ ഭാഗമായിട്ടാണ്, വുമൺ എംപവർമെന്റിന്റെ ഭാഗമായിട്ടാണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ പറഞ്ഞ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ടിന്റെ കീ ഫീച്ചറായിട്ട് പറയുന്നത്. ഇപ്പോൾ 7 ഫീച്ചറുകളുണ്ട്. ആ ഫീച്ചറുകൾ എന്താണെന്ന് മനസ്സിലാക്കണം. അതിൽ അണ്ടറിൽ വരുന്ന മുഴുവൻ കാര്യങ്ങളും ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ സബ്സിഡി, ഫുഡ് ഗ്രെയിൻസ്, ടാർഗറ്റഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, അടുത്ത എന്താണ് ന്യൂട്രീഷൻ സപ്പോർട്ട്, അടുത്തത് മിഡ് ഡേ മീൽ സ്കീം മറ്റൊരു ഫീച്ചറാണ്, അടുത്തത് ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം അടുത്തൊരിതാണ്, അടുത്തത് ഗ്രീവിയൻസ് റീഡ്രസൽ സിസ്റ്റം, അതും നമുക്ക് കംപ്ലൈൻറ്റ് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. വുമൺ എംപവർമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സുതാര്യതയ്ക്ക് വേണ്ടിയാണ് ഈ കംപ്ലൈൻറ്റ് സിസ്റ്റം കൊണ്ടുവരുന്നത്. വുമൺ എംപവർമെന്റ്, അതായത് റേഷൻ കാർഡുകൾ പ്രൊവൈഡ് ചെയ്യുന്ന വീട്ടിലെ സ്ത്രീയുടെ പേരിലാണ്. അതാണ് വുമൺ എംപവർമെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം മെയിനായിട്ടും ഈ ഒരു ഫുഡ് സെക്യൂരിറ്റി ആക്ട് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫുഡ് സെക്യൂരിറ്റി ആക്ടിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അതിനു മുമ്പ് ചില ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിലൊന്നാണ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. നമ്മൾ PDS എന്ന് പറയും, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. സ്റ്റാർട്ടഡ് ഡ്യൂറിങ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാർ, അതായത് 2ാം ലോക മഹായുദ്ധം, അതായത് 1939-45 കാലഘട്ടത്തിൽ, ആ ഒരു കാലഘട്ടത്തിലാണ് ഈ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. സപ്ലൈസ് എസെൻഷ്യൽ കമ്മോഡിറ്റീസ് അറ്റ് സബ്സിഡി റേറ്റ്. നമുക്ക് യുദ്ധങ്ങളൊക്കെ വരുമ്പോഴും മറ്റ് പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ സബ്സിഡി നിരക്കിൽ ഈ പറഞ്ഞ് നമുക്ക് ആവശ്യമായ ഭക്ഷ്യധാന്യങ്ങളൊക്കെ ലഭ്യമാക്കുന്നു. അതായിരുന്നു
പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുന്ന സംഭവം ആദ്യം ഇന്ത്യയിൽ കൊണ്ടുവന്നത്. അതിനുശേഷം പിന്നീടാണ് TPDS, അതായത് ടാർഗറ്റഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുന്ന സംഭവം 1997 ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ, പൊതുവിതരണ സമ്പ്രദായം എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഏത് വർഷമാണ്? 1997. അതൊക്കെ ഫുഡ് സെക്യൂരിറ്റി ആക്ട് വരുന്നതിന് മുമ്പ് നമുക്ക് ഉണ്ടായിരുന്ന ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്ന ചില സിസ്റ്റങ്ങളുടെ ഭാഗമാണ് ടാർഗറ്റഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. TPDS introduced in 1997. Focused on below poverty line. പ്രധാനമായിട്ടും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആളുകളെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് TPDS എന്ന് പറയുന്ന സ്കീം കൊണ്ടുവരുന്നത്. പിന്നെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അന്ത്യോദയ അന്ന യോജന, പുറസ്റ്റ് ഓഫ് ദ പുവർ, പാവപ്പെട്ടവർക്ക് സബ്സിഡി നിരക്കിൽ സൗജന്യമായിട്ടൊക്കെ ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതിയാണെന്ത്? അന്ത്യോദയ അന്ന യോജന. ഇതാണ് ഇന്ത്യയിൽ ഫുഡ് സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് 2013 ഫുഡ് സെക്യൂരിറ്റി ആക്ട് നിലവിൽ വരുന്നതിന് മുമ്പുണ്ടായിരുന്ന പ്രധാനപ്പെട്ട സിസ്റ്റം. ഒന്ന് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം. ഈ പറഞ്ഞ എസെൻഷ്യൽ കമ്മ്യൂണിറ്റീസ് ഒക്കെ രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ആളുകൾ എത്തിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരുന്നു. അതിനുശേഷം TPDS, ടാർഗറ്റഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1997 പ്രധാനമായിട്ട് അത് ഫോക്കസ് ചെയ്യുന്നത് പോവർട്ടി ലൈനിന് താഴെയുള്ള ആളുകൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ്. ശേഷം വന്ന് എന്താണ്? അന്ത്യോദയ അന്ന യോജന. നമ്മൾ പഠിച്ചാണ് പുവറസ്റ്റ് ഓഫ് ദ പുവർ, പാവപ്പെട്ടവർക്ക് സബ്സിഡി നിരക്കിൽ ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് അന്ത്യോദയ അന്ന യോജന എന്ന് പറയുന്നത്. ഇത്രയുമാണ് ഇതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഈ ഫുഡ് സെക്യൂരിറ്റി ആക്ടിന്റെ പ്രാധാന്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റെഡ്യൂസസ് ഹങ്കർ ആൻഡ് മാൽന്യൂട്രീഷൻ. വിശപ്പ് ഒഴിവാക്കുന്നു, പോഷകാഹാരക്കുറവ് ഒഴിവാക്കുന്നു. എൻഷുവർസ് റൈറ്റ് ടു ഫുഡ്, എല്ലാവർക്കും വൃത്തിയുള്ള, സുരക്ഷിതമായ, ആരോഗ്യകരമായ ഭക്ഷണത്തിൽ അവകാശമുണ്ടത് പ്രൊവൈഡ് ചെയ്യുന്നു. സപ്പോർട്ട്സ് പുവർ ആൻഡ് വൾണറബിൾ സെക്ഷൻസ്, ഏറ്റവും ദുർബല വിഭാഗങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന നിയമം. ഇംപ്രൂവ്സ് ഹെൽത്ത് ആൻഡ് പ്രൊഡക്ടിവിറ്റി, ആരോഗ്യം വർദ്ധിപ്പിക്കുന്നു, ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നു. സ്ട്രെങ്തൻ സോഷ്യൽ വെൽഫെയർ സിസ്റ്റം, ആരോഗ്യമുള്ള ഒരു ജനതയിലൂടെ മാത്രമേ ആരോഗ്യമുള്ള ഒരു സമൂഹം നമുക്ക് സൃഷ്ടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതൊരു സാമൂഹിക ശാക്തീകരണത്തിന്റെ ഭാഗമായിട്ടാണ് എന്ത് വരുന്നത്? ഫുഡ് സെക്യൂരിറ്റി ആക്ട് വരുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻസ് ഓഫ് ഫുഡ് സെക്യൂരിറ്റി ആക്ട് ആ നിയമത്തിൽ പറയുന്നതാണ്. ഹങ്കർ ആൻഡ് മാൽന്യൂട്രീഷൻ റെഡ്യൂസ് ചെയ്യുന്നു, എൻഷുവേഴ്സ് റൈറ്റ് ടു ഫുഡ്, സപ്പോർട്ട്സ് പുവർ ആൻഡ് വൾണറബിൾ സെക്ഷൻസ്, ഇംപ്രൂവ്സ് ഹെൽത്ത് ആൻഡ് പ്രൊഡക്ടിവിറ്റി, സ്ട്രെങ്തൻ സോഷ്യൽ വെൽഫെയർ സിസ്റ്റം. ഇനി ഇതിന്റെ ചാലഞ്ചസ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ലീക്കേജ് ആൻഡ് കറപ്ഷൻ ഇൻ PDS, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ വരുന്ന ലീക്കേജസ് അല്ലെങ്കിൽ കറപ്ഷൻ. പലപ്പോഴും നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് സാധനങ്ങൾ പൂഴ്ത്തി വെച്ചു, മറിച്ചു വിറ്റു എന്നൊക്കെ പറയുന്ന വാർത്തകൾ കാണാറില്ലയോ? അതൊക്കെ ഇതിന്റെ ഒരു വലിയ ചലഞ്ചാണ്. ഐഡന്റിഫിക്കേഷൻ എറേഴ്സ്, അതായത് പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്, അനർഹമായ റേഷൻ കാർഡുകൾ കൈവശം വെച്ച ആളുകൾ പലർക്കും അർഹതയില്ലാത്ത സാധനങ്ങളൊക്കെ കൈപ്പറ്റാറുണ്ട് ഇല്ലേ? അതിനുവേണ്ടി എൻക്വയറി വരുന്നതും ഒക്കെ നമ്മൾ കേൾക്കാറുണ്ട്. സ്റ്റോറേജ് ആൻഡ് വേസ്റ്റേജ് ഓഫ് ഫുഡ് ഗ്രെയിൻസ്, പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് ഗോഡൌണിലൊക്കെ ഇതുപോലുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന് കൃത്യമായിട്ടൊന്ന് സ്റ്റോർ ചെയ്യാതെ അത് നശിച്ചു പോയി എന്നൊക്കെ പറഞ്ഞ് അതൊരു ചലഞ്ചായിട്ട് നമ്മൾ കേൾക്കാറുള്ളതാണ്. അത് നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന രീതിയിൽ ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും ഇന്ത്യയിൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് ആണ് ഈ ഒരു ഭാഗത്തുള്ളത്. ഇനി നമുക്ക് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എൻവയോൺമെന്റൽ ആക്ടുകളെ കുറിച്ച് നോക്കാം. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും മനസ്സിലാക്കേണ്ട. ഇന്ത്യയിൽ ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടി, പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി, അല്ലെങ്കിൽ വാട്ടർ കൺസർവേഷന് വേണ്ടി, അല്ലെങ്കിൽ ഈ പറഞ്ഞ വനത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഒക്കെ ഓരോരോ നിയമങ്ങളുണ്ട്. ആ നിയമം ഏത് വർഷം നിലവിൽ വന്നു, എന്താണ് അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് മാത്രം മനസ്സിലാക്കിയിരുന്നാൽ മതി. ഒറ്റ മാർക്ക് ക്വസ്റ്റ്യൻ നമുക്ക് അവിടെ നിന്ന് സുഖമായിട്ട് കിട്ടും. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ വന്യജീവി സംരക്ഷണ നിയമം സ്വതന്ത്ര ഇന്ത്യയിൽ നിലവിൽ വരുന്നത് 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്. ഏത് വർഷമാണ്? 1972. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഇൻ ഇന്ത്യ ഏത് വർഷമാണ്? 1972. പഠിക്കുക, 1972. ഒബ്ജക്റ്റീവ് പ്രൊട്ടക്ട് വൈൽഡ് ലൈഫ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി, വന്യജീവികളെയും അതേപോലെ തന്നെ നമ്മുടെ ജൈവ വൈവിധ്യത്തെയും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ത്യയിൽ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഏത് വർഷം കൊണ്ടുവരുന്നത്? 1972 കൊണ്ടുവരുന്നത്. കീ ഫീച്ചേഴ്സ്: എസ്റ്റാബ്ലിഷസ് നാഷണൽ പാർക്ക് ആൻഡ് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്. നമുക്കറിയാം ഇന്ത്യയിൽ ദേശീയോദ്യാനങ്ങളും വന്യജീവി സങ്കേതങ്ങളുമുണ്ട്. അതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്ത എന്തിന്റെ ഭാഗമായിട്ടാണ്?
വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ ഭാഗമായിട്ടാണ്. നമ്മൾ കേൾക്കാറുണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ജിം കോർബറ്റ് നാഷണൽ പാർക്കിനെ കുറിച്ച് കേൾക്കാറുണ്ട്. ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. അപ്പം അതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് അവിടെ പ്രൊജക്ട് ടൈഗർ ഒക്കെ ആരംഭിച്ചത് ഈ പറഞ്ഞ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഇന്ത്യയിൽ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പാസ്സാക്കിയ വർഷം 1972. പ്രൊട്ടക്ട് വൈൽഡ് ലൈഫ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി എന്നുള്ളതാണ് ഈ എയിം. ഇതിന്റെ കീ ഫീച്ചർ ആണ് എന്ത്? എസ്റ്റാബ്ലിഷസ് നാഷണൽ പാർക്ക് ആൻഡ് വൈൽഡ് ലൈഫ് സാഞ്ചുറീസ്. നാഷണൽ പാർക്കും വൈൽഡ് ലൈഫ് സാഞ്ചുറീസ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുക. അതുപോലെ ബാൻസ് ഹണ്ടിങ് ഓഫ് എൻഡേഞ്ചേർഡ് സ്പീഷീസ്. നമുക്കറിയാം ഒരുപാട് വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന ജീവിവർഗങ്ങളുണ്ട്. അവയെ വേട്ടയാടുന്നത് അവസാനിപ്പിക്കുക. പ്രൊവൈഡ്സ് പെനാൽറ്റീസ് ഫോർ വൈൽഡ് ലൈഫ് ക്രൈംസ്. നമുക്കറിയാം വനത്തിൽ അതിക്രമിച്ച് കയറുന്നതും വന്യജീവികളെ ആക്രമിക്കുന്നതും വനത്തിലുള്ള സ്വത്തുക്കൾ നമ്മൾ അപഹരിക്കുന്നതെല്ലാം വലിയ ക്രൈമാണ്. ഇതെല്ലാം ഏതിൻ്റെ ഭാഗമായിട്ടാണ്? വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 ഭാഗമായിട്ടാണ്. അപ്പോൾ 1972 ഇന്ത്യയിൽ വന്യജീവി സംരക്ഷണ നിയമം പാസ്സാക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം വന്യജീവികളെയും അതേപോലെ ഇന്ത്യയുടെ ബയോഡൈവേഴ്സിറ്റിയും പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു നിയമത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നാഷണൽ പാർക്കുകളും വൈൽഡ് ലൈഫ് സാഞ്ചുറീസും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അതേപോലെ മൃഗങ്ങളെ, പ്രത്യേകിച്ച് വംശനാശ ഭീഷണി നേരിടുന്ന മൃഗങ്ങളെയൊക്കെ വേട്ടയാടുന്ന അവസാനിപ്പിക്കുന്നു. അതേപോലെ വനസമ്പത്ത് സംരക്ഷിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ കൂടുതൽ സ്ട്രിക്റ്റ് ആക്കുന്നു. നെക്സ്റ്റ്, വാട്ടർ ആക്ട്. കൃത്യമായി പറഞ്ഞാൽ വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് ആണ് 1974. അപ്പോൾ ശ്രദ്ധിച്ചോണം, ഈ ജലസംരക്ഷണവുമായി ബന്ധപ്പെട്ട പൊല്യൂഷനൊക്കെ തടയാൻ വേണ്ടിയുള്ള നിയമമാണ് 1974. വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് ഏത് വർഷമാണ്? 1974. ഏത് വർഷമാണ്? 1974. ഒബ്ജക്റ്റീവ് പ്രിവെന്റ് ആൻഡ് കൺട്രോൾ വാട്ടർ പൊല്യൂഷൻ. നമുക്കറിയാം, നമ്മൾ പൊല്യൂഷനെ കുറിച്ച് പറയുമ്പോൾ നേരിടുന്ന എയർ പൊല്യൂഷൻ പോലെ തന്നെ വലിയൊരു പ്രശ്നമാണ് എന്ത്? വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വാട്ടർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ കൊണ്ടുവന്ന നിയമമാണ് 1974. നിയമം പാസ്സാക്കിയ ഏത് വർഷമാണ്? 1974 ഈ നിയമം പാസ്സാക്കുന്നത്. 1974, 1974. പ്രിവെന്റ് ആൻഡ് കൺട്രോൾ വാട്ടർ പൊല്യൂഷൻ. കീ ഫീച്ചേഴ്സ്: എസ്റ്റാബ്ലിഷ് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. അപ്പൊ ശ്രദ്ധിച്ചോണം, സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത് ഏത് നിയമത്തിന്റെ ഭാഗമായിട്ടാണ്? ആസ് എ പാർട്ട് ഓഫ് വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട്. ഇമ്പോർട്ടൻ്റ് ആണല്ലോ, അത് ശ്രദ്ധിച്ചോണം. സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, CPCB എന്ന് വിളിക്കും. സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എസ്റ്റാബ്ലിഷ് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ്. വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ടിന്റെ ഭാഗമായിട്ടാണ്. ഇനി അടുത്തത് സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്സ്. അതും രൂപീകരിച്ചത് ഈ ഒരു നിയമത്തിന്റെ ഭാഗമായിട്ടാണ്. റെഗുലേറ്റ്സ് ഡിസ്ചാർജ് ഓഫ് പൊല്യൂറ്റൻസ് ഇൻ ടു വാട്ടർ ബോഡീസ്. നമുക്കറിയാം, പണ്ട് കാലങ്ങളിലൊക്കെ മിക്കവാറും എല്ലാ വ്യവസായശാലകളും സ്ഥാപിക്കുന്ന എന്തിനാണ്? നദികൾക്കും അല്ലെങ്കിൽ ഈ പറഞ്ഞ കായലുകൾക്കൊക്കെ സമീപമായിരുന്നു. കാരണം എന്താണ്? അവിടെ നിന്നുള്ള വേസ്റ്റ് ഒഴുക്കി വിടാനുള്ള മെയിൻ സോഴ്സായിട്ട് ഇതിനെ നമ്മൾ കണ്ടിരുന്നു. അതൊക്കെ പ്രിവെന്റ് ചെയ്ത് ഏത് നിയമത്തിലൂടെയാണ്? വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1974 ഈ നിയമമാണ് ഇന്ത്യയിൽ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്സും സ്റ്റേറ്റ് ലെവലിൽ സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്സും രൂപീകരിക്കാൻ കാരണമാകുന്നത്. അപ്പോൾ 1974 വന്യജീവി സംരക്ഷണ നിയമം, 1972 വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1974. നെക്സ്റ്റ്, ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1980. 72, 74, 80. ഞാൻ മുമ്പേ പറഞ്ഞ റൂട്ട് ഒരു നിയമം, പദ്ധതികൾ പഠിച്ച എങ്ങനെയല്ലേ, അതുപോലെ ഒരു നിയമം, അതിൻ്റെ വർഷം, അത് ഓർഡറിൽ പഠിക്കുക. ശേഷം എന്താണ് അതിൻ്റെ എയിം എന്ന് മനസ്സിലാക്കുക. ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980. പ്രൊട്ടക്ട് ഫോറസ്റ്റ് ഫ്രം ഡിഫോറസ്റ്റേഷൻ. യെസ്, നമുക്കറിയാം വനനശീകരണം. അപ്പം നമ്മൾ മലിനീകരണത്തെക്കുറിച്ച് പറഞ്ഞു, സംരക്ഷണത്തെക്കുറിച്ച് പറഞ്ഞു. അടുത്ത പിന്നീട് നമ്മൾ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഡീഫോറസ്റ്റേഷൻ ആണ്. ഡീഫോറസ്റ്റേഷൻ പ്രിവെന്റ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ നിലവിൽ വന്ന നിയമമാണ് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980. 1980. കീ ഫീച്ചർ: റെസ്ട്രിക്ട്സ് യൂസ് ഓഫ് ഫോറസ്റ്റ് ലാൻഡ് ഫോർ നോൺ ഫോറസ്റ്റ് പർപ്പസ്. അതായത് വനഭൂമി മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് തടയുക. നമുക്കറിയാലോ, വനഭൂമിയിൽ അതിക്രമിച്ചു കയറുന്നത്, അവിടെ കൈവശപ്പെടുത്തുന്നത്, റിസോർട്ടുകൾ പണിയുന്നത് എല്ലാം നമ്മൾ വാർത്തകൾ കാണാറുണ്ട്. അതൊക്കെ പ്രിവെന്റ് ചെയ്യുന്ന നിയമമാണിത് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980. ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980 റിക്വയർസ് സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവൽ ഫോർ ഡൈവേർഷൻ. നമുക്കറിയാം,
ഇപ്പൊ എന്ത് പദ്ധതികൾ വന്നാലും വനഭൂമി ഏറ്റെടുത്തു. അങ്ങനെ വനഭൂമി ഏറ്റെടുക്കണമെങ്കിൽ പാരിസ്ഥിതിക അനുമതിയൊക്കെ വേണം. അതിന് സെൻട്രൽ ഗവൺമെന്റിന്റെ അപ്രൂവൽ വേണം. ഇപ്പൊ തന്നെ നമ്മൾ കേരളത്തിൽ തന്നെ റീസെന്റ് കള്ളാടി മേപ്പാടി തുരങ്കപാത അതിന് സെൻട്രൽ ഗവൺമെന്റ് അനുമതി ലഭിച്ചു എന്ന് കേട്ടു. കാരണം എന്താണ്, ഈ പറഞ്ഞ വനങ്ങളും ഈ പറഞ്ഞ മലകളും ഒക്കെ അതിന്റെ ഭാഗമായിട്ട് തുരക്കേണ്ടിയൊക്കെ വരും. മനസ്സിലായല്ലോ? അതല്ലാതെ അപ്രൂവൽ ഇല്ലാതെ യാതൊരുവിധ നിർമ്മാണ പ്രവർത്തനങ്ങളും അത് ഗവൺമെന്റ് തലത്തിലായാലും സ്വകാര്യ തലത്തിലായാലും ഇന്ന് വനഭൂമികളിൽ അനുവദനീയമല്ല. അത് ഏത് നിയമത്തിന്റെ ഭാഗമായിട്ടാണ്? 1980 ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ടിന്റെ ഭാഗമായിട്ടാണ്. ഏത് നിയമത്തിന്റെ ഭാഗമായിട്ടാണ്? 1980 ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ടിന്റെ ഭാഗമായിട്ടാണ്. പ്രൊട്ടക്ട് ഫോറസ്റ്റ് ഫ്രം ഡിഫോറസ്റ്റേഷൻ, കീ ഫീച്ചേഴ്സ്, റെസ്ട്രിക്ട് യൂസ് ഓഫ് ഫോറസ്റ്റ് ലാൻഡ് ഫോർ നോൺ ഫോറസ്റ്റ് പർപ്പസസ്, റിക്വയർ സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവൽ ഫോർ ഡൈവേർഷൻ. എന്തെങ്കിലും വനഭൂമി മറ്റുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ ആരുടെ അനുവാദം വേണം? സെൻട്രൽ ഗവൺമെന്റിന്റെ അനുവാദം വേണം. കാരണം വനം, വന്യജീവി അതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ സെൻട്രൽ ഗവൺമെന്റിന് അധികാരമുള്ള ലിസ്റ്റിലാണ് വരുന്നത്. നെക്സ്റ്റ്, അപ്പോൾ വൈൽഡ് ലൈഫായി, വാട്ടറായി, ഫോറസ്റ്റായി. അടുത്തെന്താണ്? എയർ ആണ്. എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1981. ക്ലിയർ ആണല്ലോ? ഫോറസ്റ്റ് ആക്ട് 1980 ആയിരുന്നു. എയറുമായി ബന്ധപ്പെട്ട ആക്ട് ആകുമ്പോൾ ഏത് വർഷമായി? 1981. ഏത് വർഷമായി? 1981. എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1981. പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1981. ഒബ്ജക്റ്റീവ് കൺട്രോൾ ആൻഡ് റെഡ്യൂസ് എയർ പൊല്യൂഷൻ. അപ്പൊ ആദ്യം നമുക്ക് വാട്ടർ കൺസർവേഷനെ കുറിച്ചായിരുന്നു പ്രാധാന്യമുള്ളത്. അതേപോലെ തന്നെ പിന്നെ നമ്മൾ നേരിട്ട് ഏറ്റവും വലിയൊരു ത്രെറ്റാണ് എന്ത്? എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1981 പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്താണ്? കൺട്രോൾ ആൻഡ് റെഡ്യൂസ് എയർ പൊല്യൂഷൻ. ഇതിന്റെ കീ ഫീച്ചേഴ്സ്: ഡിക്ലെയർസ് എയർ പൊല്യൂഷൻ കൺട്രോൾ ഏരിയാസ്. നമുക്കറിയാം പലപ്പോഴും ഡൽഹി ഈ പറഞ്ഞ റൂട്ട് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ എയർ പൊല്യൂഷൻ ഉള്ള ഏരിയ ആണെന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്യാറുണ്ട്. അപ്പൊ അവിടെ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്ന റെസ്ട്രിക്ഷൻ ഒക്കെ വരാറുണ്ട്. സെറ്റ്സ് എമിഷൻ സ്റ്റാൻഡേർഡ്സ് ഫോർ ഇൻഡസ്ട്രീസ് ആൻഡ് വെഹിക്കിൾസ്. നമുക്കറിയാലോ, നമ്മൾ വാഹനത്തിന്റെ പുക പരിശോധിക്കും 6 മാസം 1 വർഷം കൂടിയിരിക്കുമ്പോൾ. പണ്ടൊക്കെയാണെങ്കിൽ വെറുതെ കൊണ്ട് പരിശോധിക്കായിരുന്നു. ഇപ്പോഴാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവർ പറയും പോയി ശരിയാക്കിയിട്ട് വരാൻ പറയും. അതേപോലെ സ്ഥാപനങ്ങൾക്കും പുറന്തള്ളുന്ന എയറിന്റെ ഈ പറഞ്ഞ കാർബൺ കണ്ടന്റിലേക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. നമ്മളിപ്പം എന്ത് സംഭവം വന്നാലും കാർബൺ ഫ്രീ കേട്ടിട്ടുണ്ടോ? എക്കോ ഫ്രണ്ട്ലി ആകുമ്പോൾ ഹൈഡ്രജൻ. എക്കോ ഫ്രണ്ട്ലി ആകുമ്പോൾ എന്താണ്? ഹൈഡ്രജൻ എന്നാണ് പറയുക. ഇനി അത് പൊല്യൂട്ടഡ് അല്ല അല്ലെങ്കിൽ എക്കോ ഫ്രണ്ട്ലി ആണെന്ന് കാണിക്കാൻ വേണ്ടി ആദ്യത്തെ കാർബൺ ഫ്രീ എന്ന് പറഞ്ഞൊരു വേർഡ്, കാർബൺ ഫ്രീ ടൂർണമെന്റ് അല്ലെങ്കിൽ കാർബൺ ഫ്രീ സമ്മേളനം എന്നൊക്കെ പറഞ്ഞു. എക്കോ ഫ്രണ്ട്ലി ആണെങ്കിൽ എപ്പോഴും ഹൈഡ്രജൻ എന്നൊരു വേർഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ എന്തിന്റെ ഭാഗമായിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ നിയമങ്ങളുടെ ഭാഗമായിട്ടാണ് എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1981. എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് ഏത് വർഷമാണ്? 1981, 1981. കൺട്രോൾ ആൻഡ് റെഡ്യൂസ് എയർ പൊല്യൂഷൻ, അതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. ഫീച്ചേഴ്സ് എന്താണ്? ഡിക്ലെയർ എയർ പൊല്യൂഷൻ കൺട്രോൾ ഏരിയാസ്. ഓൾസോ ഈ വെഹിക്കിൾസും ഇൻഡസ്ട്രിയും ഒക്കെ പുറപ്പെടുവിക്കുന്ന എയറിനുള്ള ഒരു സ്റ്റാൻഡേർഡ് ഇവരാണ് ഡിക്ലെയർ ചെയ്യുന്നത്. നെക്സ്റ്റ്, എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986. അപ്പൊ ശ്രദ്ധിച്ചോണം, എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് ഏത് വർഷമാണ് ഇന്ത്യയിൽ പാസ്സാക്കുന്നത്? 1986. അപ്പൊ 72, പിന്നെ നമ്മൾ കണ്ട വർഷം 74, 80, 81. അപ്പോൾ ഓരോ വർഷം ഇങ്ങനെ നമ്മൾ ഓർഡറിൽ തന്നെ പഠിച്ചു പോകണം കേട്ടോ. ഇപ്പൊ 81 വരെ നമ്മൾ കണ്ടു. അടുത്ത ഏതാണ്? 1986 ആണ്. എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട്, പരിസ്ഥിതി സംരക്ഷണ നിയമമാണ്. ബാക്ക്ഗ്രൗണ്ട് എനാക്റ്റഡ് ആഫ്റ്റർ ദ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി. അതായത് ഭോപ്പാൽ ദുരന്തത്തിന് ശേഷം ഇന്ത്യയിൽ കൊണ്ടുവന്ന നിയമമാണ് ഇത് എൻവയോൺമെന്റ് പ്രൊട്ടക്ട് ആക്ട് 1986. നമുക്കറിയാം മീഥൈൽ ഐസോസൈനൈഡ് എന്ന് പറയുന്ന വാതകം പടർന്ന് ഭോപ്പാലിൽ വലിയ ദുരന്തമുണ്ടായി. അതിനുശേഷം കൊണ്ടുവന്ന ഒരു നിയമമാണിത്. അംബർല ലോ ഫോർ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ. നമ്മൾ കുട എന്ന് വിശേഷിപ്പിക്കുന്നില്ല, അതായത് പൂർണ്ണമായും കവർ ചെയ്യുന്ന ഒരു അർത്ഥത്തിലാണ് അംബർല ലോ ഫോർ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ. എംപവേഴ്സ് സെൻട്രൽ ഗവൺമെന്റ് ടു സെറ്റ് എൻവയോൺമെന്റൽ സ്റ്റാൻഡേർഡ്സ്, റെഗുലേറ്റ് ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ, റെസ്ട്രിക്ട് ഹസാർഡസ് സബ്സ്റ്റൻസസ്. പ്രത്യേകിച്ച് ദോഷകരമായ അല്ലെങ്കിൽ വിഷപരമായ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള പദാർത്ഥങ്ങൾ കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ച റെസ്ട്രിക്ഷൻസ്,
അതേപോലെ ഇൻഡസ്ട്രിയൽ പൊല്യൂഷനുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്, ഏതൊക്കെ സ്ഥാപനങ്ങൾ ഏതൊക്കെ രീതിയിലുള്ള മെറ്റീരിയൽ ഹസാഡസ് മെറ്റീരിയലൊക്കെ യൂസ് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം പ്രിക്കോഷൻസ് എടുക്കണം, ആ സ്ഥാപനങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് എത്രത്തോളം ദൂരെയായിരിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം റെഗുലേറ്റ് ചെയ്യുന്ന ഏത് നിയമമാണ്? എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986. എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986. ഇമ്പോർട്ടൻറ്റ് ബേസസ് ഫോർ മെനി ലേറ്റർ എൻവയോൺമെന്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അതായത് പിന്നീട് നമ്മൾ കണ്ട ഒരുപാട് പ്രകൃതി സംരക്ഷണ നിയമങ്ങൾക്ക് ബേസ്, അടിസ്ഥാനം എന്ന് അറിയപ്പെടുന്ന ഏത് നിയമത്തെയാണ്? 1986 എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ടിനെ കുറിച്ചാണ്. അപ്പോൾ 72 തുടങ്ങി 86 വരെ എത്തി. ഇനി അടുത്തത് പബ്ലിക് ലയബിലിറ്റി ഇൻഷുറൻസ് ആക്ട് 1991. ഈ ഭോപ്പാൽ വിഷവാതക ദുരന്തം ഉണ്ടായപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ അതിൽ മരണപ്പെട്ടവർക്കൊക്കെ ഈ പറഞ്ഞ ഇൻഷുറൻസ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു. അങ്ങനെയാണ് പിന്നീട് പബ്ലിക് ലയബിലിറ്റി ഇൻഷുറൻസ് ആക്ട് 1991 പാസ്സാക്കുന്നത്. ടു പ്രൊവൈഡ് ഇമ്മീഡിയറ്റ് റിലീഫ് ടു വിക്ടിംസ് ഓഫ് ആക്സിഡൻസ് ഇൻവോൾവിംഗ് ഹസാർഡസ് സബ്സ്റ്റൻസസ്. ഈ പറഞ്ഞ ദോഷകരമായ സബ്സ്റ്റൻസസ് കാരണം ഉണ്ടാവുന്ന പ്രകൃതി ദുരന്തങ്ങളിൽ വിക്ടിമാവുന്ന ആളുകൾക്ക് എത്രയും പെട്ടെന്ന് ഈ പറഞ്ഞ നഷ്ടപരിഹാരം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കൊണ്ടുവന്ന നിയമമാണെന്ത്? പബ്ലിക് ലയബിലിറ്റി ഇൻഷുറൻസ് ആക്ട് 1991. എൻഷുവേഴ്സ് കോമ്പൻസേഷൻ വിത്തൗട്ട് നോ ലീഗൽ പ്രൊസീജിയേഴ്സ്. അതായത് നിയമപരമായിട്ട് കുരുക്കുകളൊന്നുമില്ലാതെ എത്രയും പെട്ടെന്ന് അവർക്ക് പ്രകൃതി ദുരന്തങ്ങളുടെ ഭാഗമായിട്ട്, പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഹസാർഡസ് മെറ്റീരിയൽസിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും അപകടം ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് ഈ പറഞ്ഞ കോമ്പൻസേഷൻ നൽകുക. Mandatory insurance owners handling hazardous substances must take insurance policy cover potential action liabilities. അതായത് ഈ ഹസാർഡസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങൾ മസ്റ്റായിട്ടും ഇൻഷുറൻസ് പോളിസി ഉണ്ടായിരിക്കണം, അതേപോലെ പൊട്ടൻഷ്യൽ ആക്സിഡന്റ് ലയബിലിറ്റീസ് ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള നിയമം കൊണ്ടുവരുന്ന ഏത് നിയമത്തിലൂടെയാണ്? പബ്ലിക് ലയബിലിറ്റി ഇൻഷുറൻസ് ആക്ട് 1991. അപ്പൊ സിമ്പിളായിട്ട് ഓർത്താൽ മതി, ദോഷകരമായ പദാർത്ഥങ്ങൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങൾ മസ്റ്റായിട്ട് ഇൻഷുറൻസ് എടുത്തിരിക്കണം. അതിന്റെ ഭാഗമായി അപകടമുണ്ടായി വിക്ടിമാവുന്ന ആളുകൾക്ക് ലീഗലായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ പെട്ടെന്ന് കോമ്പൻസേഷൻ ലഭ്യമാക്കുന്നു. അതിനുവേണ്ടിയുള്ള നിയമമാണ് പബ്ലിക് ലയബിലിറ്റി ഇൻഷുറൻസ് ആക്ട് 1991. ലാസ്റ്റ് വൺ, ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് 2002. വന്നു നിൽക്കുന്ന ഏത് നിയമത്തിലാണ്? ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് 2002. ഇത് കൺസർവ് ബയോഡൈവേഴ്സിറ്റി, അതായത് ജൈവ വൈവിധ്യം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ സെപ്പറേറ്റ് ആയിട്ട് പിന്നീട് നമ്മൾ വൈൽഡ് ലൈഫിന് വേണ്ടി കണ്ടു, എൻവയോൺമെന്റിന് വേണ്ടി കണ്ടു, ജൈവ വൈവിധ്യ സംരക്ഷണത്തിന് വേണ്ടി 2002 കൊണ്ടുവന്ന പദ്ധതിയാണിത്. എൻഷുർ ഫെയർ ഷെയറിംഗ് ഓഫ് ബെനിഫിറ്റ്സ് ഫ്രം ബയോളജിക്കൽ റിസോഴ്സ്. അതായത് നമ്മുടെ ജൈവ വൈവിധ്യ സോഴ്സുകളിൽ നിന്നുള്ള റിസോഴ്സസ് പ്രകൃതിക്ക് ദോഷകരമല്ലാത്ത രീതിയിൽ യൂസ് ചെയ്യണം. അത് മിസ്യൂസ് ചെയ്യപ്പെടുന്നു എന്ന് തോന്നിയപ്പോൾ കൊണ്ടുവന്ന ഒരു നിയമമാണ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് 2002. പ്രത്യേകത, എസ്റ്റാബ്ലിഷ് നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി. നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തു. ഒപ്പം തന്നെ ട്രഡീഷണൽ നോളജ്, അതായത് നമ്മുടെ പ്രകൃതിയിൽ ലഭിക്കുന്ന ജൈവ ഇന്ധനങ്ങളെയൊക്കെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട്. ഇനി പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു സ്ഥാപനമാണ് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ. 2010 സ്ഥാപിച്ചത്. സ്ഥിരമായി പരീക്ഷ ചോദിക്കുന്ന ഒരേ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ സ്ഥാപിച്ച വർഷം ഏത് വർഷമാണ്? 2010. പ്രൊവൈഡ് ഫാസ്റ്റ് എൻവയോൺമെന്റൽ ജസ്റ്റിസ്. നമുക്ക് എന്ത് പദ്ധതികൾ ആരംഭിക്കുമ്പോഴും കേട്ടിട്ടുണ്ടോ നാഷണൽ ഗ്രീൻ എൻവയോൺമെന്റൽ ട്രൈബ്യൂണലിന്റെ അപ്രൂവൽ ലഭിച്ചു അല്ലെങ്കിൽ ലഭിച്ചില്ല എന്ന്. അതാണ് പ്രത്യേകത. എസ്റ്റാബ്ലിഷസ് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ഹാൻഡിൽസ് കേസസ് റിലേറ്റഡ് ടു എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ. ഒരു വിമാനത്താവള പദ്ധതി വരുന്നു, അപ്പോൾ അതിന് ആദ്യം എന്ത് വേണം? നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിന്റെ അനുമതി വേണം. ഫോറസ്റ്റ് കൺസർവേഷൻ, പ്രകൃതി സംരക്ഷണം വരുന്നു, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വനത്തിൽ എന്തെങ്കിലും സംഭവങ്ങൾ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്ത് വേണം? ഗ്രീൻ ട്രൈബ്യൂണലിന്റെ അപ്രൂവൽ വേണം. പൊല്യൂഷൻ കൺട്രോൾ, ഇതുമായി ബന്ധപ്പെട്ടും ഗ്രീൻ ട്രൈബ്യൂണലിന്റെ അപ്രൂവൽ വേണം. അപ്പോൾ ഒറ്റ കാര്യമേ ഉള്ളൂ, നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ഹാൻഡിൽസ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ, ഫോറസ്റ്റ് കൺസർവേഷൻ, പൊല്യൂഷൻ കൺട്രോൾ. ഇതുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ ആരാണ്? നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലാണ് വിധി കൽപ്പിക്കുന്നത്. ഏത് വർഷമാണ് കൊണ്ടുവരുന്നത്? 2010. അപ്പോൾ 1972 ആരംഭിച്ച വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് മുതൽ 2010 നിലവിൽ വന്ന നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ വരെയുള്ള വിവരങ്ങൾ കൃത്യമായി മനസ്സിലാക്കി പഠിക്കണം. അതിലൂടെ എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ട് ഇന്ത്യയിലുള്ള എല്ലാ ആക്ടുകളെ കുറിച്ചും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.